ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദസ് സമാഉ ഇൻശഖ്ഖത്. വചനം 1. ഇദസ്സമാഉ ആകാശം ആകുമ്പോൾ, ഇൻശഖ്ഖത് അത് പിളരുക, ആകാശം പിളരുമ്പോൾ. വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത്. വചനം 2. വഅദിനത് അത് ചെവി കൊടുക്കുകയും, ലിറബ്ബിഹ അതിന്റെ റബ്ബിന്, വഹുഖ്ഖത് അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് അതിന്റെ റബ്ബിന് ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും. വഇദൽ അർദു മുദ്ദത്. വചനം 3. വഇദൽ അർദു ഭൂമി ആകുമ്പോൾ, മുദ്ദത് അത് നീട്ടപ്പെടുക, ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്യുമ്പോൾ. വഅൽഖത് മാ ഫീഹാ വതഖല്ലത്. വചനം 4. വഅൽഖത് അത് ഇടുകയും, മാ ഫീഹ അതിലുള്ളത്, വതഖല്ലത് അത് ഒഴിവാകുകയും കാലിയാകുകയും, അതിലുള്ളതിനെ അത് വെളിക്ക് ഇടുകയും അത് ഒഴിവായി തീരുകയും ചെയ്യുമ്പോൾ. വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത്. വചനം 5. വഅദിനത് അത് ചെവി കൊടുക്കുകയും, ലിറബ്ബിഹ അതിന്റെ റബ്ബിന്, വഹുഖ്ഖത് അത് കടമപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് അതിന്റെ റബ്ബിനു ചെവി കൊടുക്കുക അഥവാ കൽപ്പനക്ക് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോൾ അത് അതിനു കടമപ്പെട്ടിരിക്കുന്നതാനും. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. വചനം 6. യാ അയ്യുഹൽ ഇൻസാനു ഹേ മനുഷ്യ, ഇന്നക കാദിഹുൻ നിശ്ചയമായും നീ അധ്വാനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, നിശ്ചയമായും നീ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക്, കദ്ഹൻ ഒരു അധ്വാനം, ഫമുലാഖീഹ് അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നവനാണ്. ഹേ മനുഷ്യ, നിശ്ചയമായും നീ നിന്റെ റബ്ബിങ്കലേക്കു തീവ്രമായ അധ്വാനം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ നീ അവനുമായി കണ്ടുമുട്ടുന്നവനാകുന്നു. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. വചനം 7. ഫഅമ്മാ മൻ എന്നാൽ അപ്പോൾ യാതൊരുവൻ, ഊതിയ അവന് നൽകപ്പെട്ടു, കിതാബഹു അവന്റെ ഗ്രന്ഥം, ബിയമീനിഹി അവന്റെ വലങ്കൈയിൽ. എന്നാൽ അപ്പോൾ ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ വലങ്കൈയിൽ കൊടുക്കപ്പെട്ടുവോ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വചനം 8. ഫസൗഫ എന്നാൽ വഴിയെ, യുഹാസബു അവൻ വിചാരണ ചെയ്യപ്പെടും, ഹിസാബൻ ഒരു വിചാരണ, യസീറൻ ലഘുവായ എന്നാൽ അവൻ വഴിയെ ലഘുവായ ഒരു വിചാരണ ചെയ്യപ്പെടുന്നതാണ്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വചനം 9. വയൻഖലിബു
അവൻ തിരിച്ചു പോകുകയും ചെയ്യും. ഇല അഹ്ലിഹി, തന്റെ സ്വന്തക്കാരിലേക്ക്. മസ്റൂറ, സന്തുഷ്ടനായി. അവൻ തന്റെ സ്വന്തക്കാരിലേക്ക് സന്തുഷ്ടനായിക്കൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ وَرَاءَ ظَهْرِهِ വചനം 10. വഅമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഊത്തിയ, അവനു നൽകപ്പെട്ടു, കിതാബഹു, തന്റെ ഗ്രന്ഥം, വറാഅ, പിന്നിലൂടെ, ലഹ്രിഹി, അവന്റെ മുതുകിന്റെ. ഏതൊരുവനു അവന്റെ ഗ്രന്ഥം അവന്റെ മുതുകിന്റെ പിന്നിലൂടെ കൊടുക്കപ്പെട്ടുവോ, അതെ, ഇതെല്ലാം സംഭവിക്കുന്ന ആ അതിഗൗരവ ഘട്ടത്തിലാണ് പുനരുത്ഥാനവും തുടർന്നുള്ള രക്ഷാശിക്ഷാ നടപടി മുതലായവയും സംഭവിക്കുന്നത് എന്ന് താൽപ്പര്യം. ആകാശം പൊട്ടിപ്പിളരുക, ഭൂമി നിരത്തിപ്പരപ്പാക്കുക, ലോകാരംഭം മുതൽക്കുള്ള മനുഷ്യരടക്കം ഭൂമി ഉൾക്കൊള്ളുന്ന വസ്തുക്കളെയെല്ലാം വെളിക്കു കൊണ്ടുവരിക മുതലായവ അന്നത്തെ സംഭവ വികാസങ്ങളാണെന്ന് ഇതിനു മുമ്പുള്ള സൂറത്തുകളിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടതാണ്. ആകാശവും ഭൂമിയും എത്രയോ വൻ സൃഷ്ടികളാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ അവ ആ കൽപ്പനക്ക് പൂർണ്ണമായും വിധേയമാകുന്നു. കൽപ്പന അവയിൽ നടപ്പാകുവാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കയില്ല, ഉണ്ടാകുവാൻ അവകാശവുമില്ല. എല്ലാം അവന്റെ സൃഷ്ടിയും അവന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലനിന്നു വരുന്നതുമാണല്ലോ. മനുഷ്യ, നിന്റെ ജീവിതകാലം അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ചും ക്ലേശപ്പെട്ടും കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ നിനക്കത് സഹജമാണ്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നീ മരണമടയുകയും നിന്റെ റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും. അവന്റെ മുമ്പിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ ആ അധ്വാനം നിനക്കു തന്നെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊള്ളുക എന്ന് സാരം. ഇമാം മുസ്ലിം റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: കുല്ലുന്നാസി യഗ്ദു ഫബാഇഉൻ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ. ഓരോ മനുഷ്യനും കാലത്ത് പുറപ്പെടുന്നു, എന്നിട്ട് അവർ സ്വന്തം ദേഹത്തെ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നുകിൽ അതിനെ രക്ഷപ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ അതിനെ നാശപ്പെടുത്തുന്നവനോ ആയിരിക്കും അവൻ. മുസ്ലിം. റബ്ബുമായി കണ്ടുമുട്ടുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനായിരിക്കും, അല്ലെങ്കിൽ ദുർജനങ്ങളിൽപ്പെട്ടവനും. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവന് തന്റെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം വലങ്കയിൽ നൽകപ്പെടും. വലതുഭാഗം ശുഭലക്ഷണവും വിജയസൂചനയുമാകുന്നു. അവന് നാമമാത്രമായ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളൂ. അതിന്റെ പര്യവസാനം ഗുണമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിയുമ്പോൾ അവൻ തന്റെ ആൾക്കാരുടെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി മടങ്ങിച്ചെല്ലുകയും ചെയ്യും. അവന്റെ സ്വന്തക്കാർ അഥവാ ആൾക്കാർ, അഹ്ലുഹു എന്നു പറഞ്ഞതിന്റെ വിവക്ഷ സദ്വൃത്തരായ അവന്റെ കൂട്ടുകാർ, കുടുംബാംഗങ്ങൾ മുതലായവരോ സ്വർഗത്തിൽ അവന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്വന്തക്കാരോ ആകാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആർക്കെങ്കിലും വിചാരണ കർശനമാക്കപ്പെടുന്ന പക്ഷം അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞാൻ ചോദിച്ചു, വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ലഘുവായ വിചാരണ ചെയ്യപ്പെടും, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ തിരുമേനി പറഞ്ഞു, അത് ഒരു കാര്യമായ വിചാരണയല്ല, ഒരു പ്രദർശനം അഥവാ കർമ്മരേഖ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ഖിയാമത്തു നാളിൽ ആരൊരാളുടെ വിചാരണ കർശനമായി നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷയ്ക്കു വിധേയനാകുന്നതാണ്. ബുഖാരി, മുസ്ലിം.